നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലങ്ങളായിരുന്ന ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. സോണിയാഗാന്ധി രാജ്യസഭയിൽ എത്തിയതോടെ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ പ്രിയങ്ക വാദ്രയും അമേഠിയിൽ രാഹുലും മത്സരിക്കണമെന്നായിരുന്നു പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ കഴിഞ്ഞ തവണ തോൽവി ഏറ്റുവാങ്ങിയ അമേഠിയിലേക്ക് ഇല്ലെന്ന നിലപാടിലായിരുന്നു ആദ്യം രാഹുൽ. ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം നെഹ്റു കുടുംബത്തിലും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വയനാട്ടിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും അമേഠിയെക്കുറിച്ച് മൗനം പാലിച്ചു. ഇതോടെ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അമേഠി തന്നെ ആവശ്യപ്പെടുന്നുവെന്ന പ്രസ്താവനയുമായി എത്തി. അമേഠിയിലെ ജനങ്ങൾക്ക് വാദ്ര വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോസ്റ്ററുകളും ബോർഡുകളും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഈ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും എടുത്തുമാറ്റി. വാദ്രയുടെ സംഘമാണ് പോസ്റ്ററുകളും ഫ്ലെക്സുകളും വെച്ചതെന്നാണ് കോൺഗ്രസ് കണ്ടെത്തൽ. പലതവണ വാദ്ര സന്നദ്ധത അറിയിച്ചെങ്കിലും കോൺഗ്രസോ നെഹ്റു കുടുംബമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വാദ്ര അമേഠിയിൽ മത്സരിച്ചാൽ നിലവിലുള്ളതിനേക്കാൾ മോശമാകും അവസ്ഥയെന്ന നിലപാടിലാണ് കോൺഗ്രസ്. റായ്ബറേലിയിൽ പ്രിയങ്കയാണ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. അമേഠിയിലേക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചാൽ രാഹുൽ റായ്ബറേലിയിൽ എത്താനുള്ള സാധ്യതയും പ്രാദേശിക നേതാക്കൾ തള്ളുന്നില്ല. രാഹുൽ അമേഠി വിട്ടാൽ ആ സീറ്റ് വാദ്രയ്ക്ക് നൽകാതിരിക്കാനുമാകില്ല. അപ്പോൾ പ്രിയങ്ക തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. രാഹുൽ അമേഠിയിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചാൽ പ്രിയങ്കയ്ക്ക് റായ്ബറേലി നൽകാം, വാദ്രയ്ക്ക് നൽകേണ്ടിയും വരില്ല. കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം അമേഠിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. മെയ് 20-നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.